ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും അനുഗ്രഹീതരാകുന്ന വിശ്വാസ സമൂഹമേ, ഇന്ന് ഹോശാന ഞായറാഴ്ച. നമുക്ക് ചിന്തിക്കുവാനായി ഒരു വേദഭാഗം വാക്യം ഞാൻ വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം. ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സാഹചര്യം നമുക്കറിയാം. ശിഷ്യന്മാരും അതുപോലെ കുട്ടികളും കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ജനസമൂഹവും എല്ലാം കഴുതപ്പുറത്ത് കയറി വരുന്ന ജയവീരനായ കർത്താവിനെ ഒലിവിൻ കൊമ്പുകളേന്തി ഹോശാന പാടി അല്ലെങ്കിൽ സ്തുതി പാടി ആഘോഷിക്കുകയാണ്. വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ച് വൃക്ഷങ്ങളുടെ കമ്പുകൾ വെട്ടിയിട്ട് കർത്താവിനെ എതിരേൽക്കുന്ന ജനം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നത് അലർജിയായി പരീശന്മാർക്കും സാധുക്കർക്കും തോന്നുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നത് ഇന്നും പരീശ മനസ്ഥിതികൾക്ക് അലർജിയാണ്. കാരണം ദൈവത്തെ സ്തുതിക്കുമ്പോൾ പിശാച് ഓടിപ്പോകും, ദുഷ്ടശക്തികൾ മാറിപ്പോകും. ആ ദുഷ്ടശക്തികൾ ഇളകി ആ സ്തുതിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുവാൻ ശ്രമം തുടങ്ങും. നമ്മുടെ പിതാക്കന്മാര് ഇങ്ങനെ പ്രാർത്ഥിച്ചു: നിന്നു സ്തുതിയും ഹാലേലുയ്യായും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീതി കയ്യോ ചെയ്യരുതേ. നിന്റെ സ്തുതിയും ഹാലേലുയ്യായും ഞാൻ നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ച പിതാക്കന്മാരുടെ സഭയിലാണ് നമ്മൾ വസിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത്. കാരണം അവൻ മഹത്വവാനാണ്. അത് തിരിച്ചറിയുവാൻ നമ്മുടെ ഹൃദയത്തിന് സാധിക്കണം. പാതകികൾക്കത് സാധിക്കുകയില്ല എന്നാണ് പാട്ടുകാരൻ പറയുന്നത്. പാപം ചെയ്യുന്നവനെ ദൈവത്തെ സ്തുതിക്കുവാൻ, നിഷ്കളങ്കർക്കാണ് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുക. ദൈവത്തെ സ്തുതിക്കുന്ന നിഷ്കളങ്കർ ഭാഗ്യവാന്മാരാണ്. ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. അതിനർത്ഥം ഈ ശിഷ്യന്മാർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്തുതിക്കാതിരുന്നാൽ പ്രകൃതി ഇളകി ദൈവത്തെ സ്തുതിക്കുമെന്നാണ്. വളരെ ഭംഗിയായി ദൈവത്തെ സ്തുതിക്കുവാൻ ഈ ഹോശാന ദിവസം നമുക്ക് സാധിക്കണം. അവന് കഷ്ടത കേൾക്കുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ധീരനാണ്. പുഞ്ചിരിയോടെ കുരിശിലേക്ക് നടന്നെടുക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നീ കർത്താവിനെ എതിരേറ്റിട്ടുണ്ടോ? കർത്താവിനെ സ്തുതിച്ചിട്ടുണ്ടോ? അവൻ്റെ ആ കഴുതപ്പുറത്ത് കയറിയുള്ള ആ വരവിനെ കണ്ടുകൊണ്ട് കുരുത്തോലകളേന്തി അവനെ നിനക്ക് സ്തുതിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നീ ക്രിസ്ത്യാനിയല്ല. കർത്താവേ, ഞങ്ങൾക്ക് യഥാർത്ഥമായി നിന്നെ സ്തുതിക്കുവാൻ, ഹൃദയം നിറഞ്ഞ് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ദാവീദിന്റെ പുത്രൻ ഹോശാന എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിന്നെ മഹത്വപ്പെടുത്തുവാൻ, ആഘോഷിക്കുവാൻ ഈ ദിവസം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ ഞങ്ങളെ നാളും നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.